മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. മുസ്ലിം ലീഗും CPIയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഹർജി സമർപ്പിച്ചത്. ഹർജികൾ പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ്. വിവരങ്ങൾ ഫൈസൽ അസീസ് നൽകും. ഫൈസൽ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ എതിർപ്പ് കേരളം നേരത്തെ തന്നെ അറിയിച്ചതാണ്. സർവകക്ഷി യോഗം വിളിച്ച് വേണ്ട തുടർ നടപടികൾ സ്വീകരിച്ചതാണ്. ആ ഒരു സാഹചര്യത്തിൽ CPIയും മുസ്ലിം ലീഗും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ BLO ജീവൻ ഒടുക്കിയതും അതോടൊപ്പം തന്നെ ജോലി ഭാരവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി BLOമാരുടെ വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതുകൂടി ചേർത്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഹർജി. നിലവിൽ ഇന്ന് സുപ്രീം കോടതി ഈ ഒരു ഹർജി പരിഗണിക്കാനിരിക്കുമ്പോൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? അതില്ലാതെ തന്നെയാണ്. അതായത് ഈ രാജ്യം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കേരളം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാന സർക്കാരും അതുപോലെ മുസ്ലിം ലീഗ്, CPI തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെയാണ് ഇന്ന് കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിൽ SIR-മായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ തടഞ്ഞു വെക്കണം അല്ലെങ്കിൽ നിർത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ SIR ഈ മാസം ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ ഈ സംസ്ഥാന സർക്കാരും ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ യു കേൽക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹവും ഈ രത്തൻ യു കേൽക്കറും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതായത് ഈ ആശങ്കകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ SIR കേരളത്തിൽ നീട്ടിവെക്കണമെന്നൊരാവശ്യം ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ യു കേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരത്തിലൊരു കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് അംഗീകരിച്ചിരുന്നില്ല. അതിന് പിന്നാലെ ഇവിടെ കേരളത്തിൽ ഈ SIR നടപ്പാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും മുസ്ലിം ലീഗ് CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഈ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇന്ന് ഈ ഒരു കേസ് SIR-മായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി ഹർജി നൽകിയത്. അത് ഇന്ന് പരിഗണിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് അറിയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത്. ഏതായാലും SIR-മായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. കാരണം കണ്ണൂർ പയ്യന്നൂരിലെ BLOയുടെ ആത്മഹത്യയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി മാത്രമല്ല ഈ ബീഹാറിലും അതുപോലെ കൊൽക്കത്തയിലും ഉൾപ്പെടെയുള്ള BLOമാരുടെ മരണം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ SIR-മായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. അത് ഏതൊക്കെ രീതിയിലായിരിക്കും, അത് എന്തായിരിക്കും ഇനി സുപ്രീം കോടതിയുടെ വിധി എന്നാണ് അറിയേണ്ടത്. കാരണം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനാൽ ഇനി സംസ്ഥാനത്ത് താൽക്കാലികമായി SIR നിർത്തിവെക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച് ചീഫ് സെക്രട്ടറിയാണ് ഹർജി നൽകിയത്. ആ ഹർജി ഇന്ന് പരിഗണിക്കുമെന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. ഇത് എന്തായിരിക്കും സുപ്രീം കോടതി വിധിയൊക്കെ എന്നാണ് കാതോർത്തിരിക്കുകയാണ്. കാരണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BLOമാരുടെ ആത്മഹത്യയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഭീഷണി, എത്രയും വേഗം SIR തീർപ്പാക്കണമെന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ആ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ BLOമാർ അല്ലെങ്കിൽ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു
വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി വളരെ നിർണായകമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുല്യ. ശരി ഫൈസൽ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണം എന്നതാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. മുസ്ലിം ലീഗും CPIയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഹർജി നൽകിയിട്ടുള്ളത്. ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക.